ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് ഞാൻ കുറെ നാളെ വീഡിയോ ചെയ്തിട്ട് ചെയ്യാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് ഒരു ലൈക്ക് തരാനോ അല്ലെ കമന്റ് ചെയ്യാനോ അവന് താല്പര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ തനിയെ മടിച്ചു പോയതാണ്. ബട്ട് പലരും സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചാനലൊന്നും അനക്കമില്ല, എന്തെങ്കിലും വെറുതെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാലും അതൊന്നും നോക്കണ്ട, വെറുതെ ഇടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി. ഞാൻ പറയുന്നത് പഠിപ്പിക്കാനോ ഫീസ് വാങ്ങിക്കാനോ എനിക്ക് അത്യാവശ്യമുള്ളത്. ഞാൻ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെന്റും സ്വിംഗ് ട്രേഡിങ്ങും ചെറിയ രീതിയിൽ ഓപ്ഷനും ഇപ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ പോലും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് വെച്ചാൽ ആരും നന്ദിയൊന്നും പറയുന്നില്ല, ലൈക്ക് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനല് ഗൂഗിള് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും കാണുന്നത്. ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒക്കെ വരുന്നതിന്റെ റീസൺ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത്. ഞാൻ ഇനി നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ആവശ്യമുള്ളത് കണ്ടാൽ മതി. ഓക്കെ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പറയുന്നത് ഓപ്ഷൻ ചെയിന്. എല്ലാവരും പറയുന്നുണ്ട്, വലിയ ആൾക്കാരും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു, എല്ലാവരും പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ലോജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തിയറിയോ വളച്ചു ചുറ്റിയോ ഒന്നും അല്ല പറയാം, നേരെ പോ നേരെ വാ. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിൽ കിടക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ല. ഇനി അങ്ങോട്ടുള്ള എഡിറ്റിംഗ് ഒന്നും എന്റെ കണ്ണ് കളയാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ കണ്ണും സമയവും വലുതായിട്ടൊന്നും കളയുന്നില്ല. ആവശ്യം എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, ആക്ച്വലായിട്ട് റിയലായിട്ട് ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്, എന്തെങ്കിലും ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാകുന്നത് മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇനി അങ്ങോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ചെയിനിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ NSE ചാനൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. NSE ഓപ്ഷൻ ചെയിൻ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ കിട്ടും, ഈ വിൻഡോ തന്നെ കിട്ടും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിഫ്റ്റി ആയിരിക്കും ഫസ്റ്റ് വരിക. അതിൽ നിഫ്റ്റി, നെക്സ്റ്റ് നിഫ്റ്റി ഉണ്ട്, ഫിൻ നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്റ്റോക്ക് ആണ് ആവശ്യമെങ്കിൽ സ്റ്റോക്കിന്റെ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ഓക്കെ, ഫ്യൂച്ചർ ഓപ്ഷനൊക്കെ ഉള്ള കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ. എല്ലാ സ്റ്റോക്കുകൾക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇല്ല. അതിൽ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാം. സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്കത് നിഫ്റ്റിയിലുള്ള നല്ല സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. അതായത് ലിക്വിഡിറ്റി ഉള്ള, ഓക്കെ, ആൾക്കാർ കൂടുതലുള്ള, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലൊക്കെ ഉള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നോക്കിയും പാത്തും ചെയ്യണം. സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നത് നമ്മൾ നിഫ്റ്റി ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ റിസ്ക് ആണ്. ഓക്കെ, ബട്ട് പ്രോഫിറ്റും ഉണ്ട്, റിസ്ക് എടുക്കുന്നവർക്ക് പ്രോഫിറ്റും അതിനകത്തുണ്ട്. എന്നാലും അഥവാ ഇനി സ്റ്റോക്കിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നത് ഇവിടെ സെലക്ട് സിമ്പിൾ എന്നുള്ളതിന് അവിടെ ആരോ മാർക്ക് കിട്ടുക, ഏതെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്ററിലുള്ള സ്റ്റോക്കുകൾ താഴേക്ക് വരും. ഓക്കെ, അതിൽ ഏതാണോ ആവശ്യം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സിപ്ല വേണം എടുക്കാം. ഓക്കെ, സിപ്ല എടുത്തു കഴിഞ്ഞാൽ സിപ്ലയുടെ ഓപ്ഷൻ ചെയിൻ വരും. ഓക്കെ, അതിൽ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത് വാച്ച് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വാച്ച് ചെയ്യാം. ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ പറഞ്ഞപ്പോൾ. ബാക്കി ഇതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് സ്റ്റോക്കിൽ ചെയ്യുന്നവർക്കും ഓപ്ഷൻ ചെയിന് എന്തുകൊണ്ട് എന്താണ് ഗുണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് പറഞ്ഞു തുടങ്ങുന്ന മുമ്പ് നമുക്ക് ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങളോട് ഒന്ന് പറയേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് കാണിച്ചാണ്. പിന്നെ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ 3 മന്ത് എക്സ്പയറി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് സ്റ്റോക്ക് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. അടുത്ത് തന്നെ സ്ട്രൈക്ക് പ്രൈസ് കാണിക്കുന്നത്. നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്ട്രൈക്ക് പ്രൈസിന്റെ തന്നെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുകയും ചെയ്യും. നമുക്ക് അത് വേണമെന്നില്ല, ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ CSV ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്താണ് എക്സലില് നമുക്ക് അനലൈസ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഇവിടെ എന്ത് വേണോ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫീച്ചർ കോൺടാക്ട് വലത് സൈഡിലുണ്ട്. NSEയുടെ ചാർട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ പോയിട്ട് പരിശോധിക്കുക. ഓക്കെ, നമുക്ക് അതിനകത്ത് വേണ്ട സ്റ്റോക്ക് ആയാലും ലോങ് ടൈം ആയാലും ഏത് തരത്തിലുള്ള അനലൈസ് ചെയ്യാനുള്ള ഡേറ്റാസ് ഇതിനകത്തുണ്ട്. ഈ ഡേറ്റാസ് തന്നെയാണ് എല്ലാ ബ്രോക്കർമാരും പല ടൈപ്പിലുള്ള അല്ലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയാലും പല ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഒക്കെ കൊടുത്തിട്ട് അവർ ചെയ്തു വെക്കുന്നത് ഇതേ ഡാറ്റ എടുത്തിട്ടാണ്. സോ ഇതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. ഇതിന്റെ ഡാറ്റ തന്നെ നമ്മൾ എക്സലിലേക്കും മറ്റും
ഒക്കെ എടുക്കാം. ഞാനും കുറെ എക്സലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണോ, നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമുക്ക് എക്സലിൽ ചെയ്തിട്ട് അതിനെ ഗ്രാഫിക് പ്രസന്റേഷൻ പെട്ടെന്ന് ട്രെൻഡ് എന്താണ്, നമ്മൾ അതൊക്കെ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണ്, പൊസിഷൻ ട്രേഡ് ആണോ അല്ലെങ്കിൽ ഇൻട്രാഡേ ആണോ അല്ലെങ്കിൽ എന്താണ് സ്കാൽപ്പിംഗ് ആണോ, ഏതൊക്കെ ടൈപ്പ് മാർക്കറ്റ് ഏതാണ്, ഏത് ചെയ്യേണ്ടതെന്നൊക്കെ പെട്ടെന്ന് നമ്മളെ ഇഷ്ടത്തിന് കുറച്ച് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ചെറിയൊരു എഡിറ്റ് ഒക്കെ ചെയ്ത് ചെറിയൊരു എക്സലിൽ ചെറുതായിട്ടൊക്കെ അറിയാമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ വീഡിയോസ് ഒക്കെ പല യൂട്യൂബിലും കിടപ്പുണ്ട്, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് വീണ്ടും സ്റ്റോക്കിലാണ് ഇപ്പൊ നോക്കി നമ്മൾ വീണ്ടും ഈ ഓപ്ഷൻ ചെയ്യേണ്ട ഈ ഓപ്ഷൻ കോൺട്രാക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്താൽ നിഫ്റ്റി എടുക്കുക. അപ്പോൾ നിഫ്റ്റി ഇവിടെ വന്നു. നമുക്ക് ഏറ്റവും ഫസ്റ്റ് എക്സ്പയറി ഡേറ്റ്, ഫസ്റ്റ് തൊട്ടടുത്തുള്ള എക്സ്പയറി ഡേറ്റ് ആയിരിക്കും ഇവിടെ വരിക. നമുക്ക് വേണമെങ്കിൽ അടുത്ത എക്സ്പയറി ഡേറ്റ് വീണ്ടും 3 മാസത്തെ ഇവിടെ എക്സ്പയറി ഉണ്ട്, അത് വേണമെങ്കിൽ ഉണ്ടാവും. അത് ഒരാഴ്ചത്തെ അല്ലെ, നിഫ്റ്റി എല്ലാ വ്യാഴാഴ്ചയാണ് എക്സ്പയറി ആവുന്നത്. ആ വ്യാഴാഴ്ചത്തെ 26 സെപ്റ്റംബർ, 3 ഒക്ടോബർ, 10 ഒക്ടോബർ, അങ്ങനെ എല്ലാ വീക്കും ഇവിടെ കാണിക്കുന്നുണ്ട്, വരും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഓക്കെ, ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും പറഞ്ഞു പോകാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പോൾ എന്തായാലും ഓപ്ഷൻ ചെയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാഴാഴ്ചയാണ് നിഫ്റ്റി എക്സ്പയറി ആവുന്നത് അല്ലേ, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ആവും. അപ്പൊ നമ്മളത് ഫസ്റ്റ് എക്സ്പയറി കഴിഞ്ഞിട്ട്, അതായത് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച തൊട്ട് പുതിയ കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് തീറ്റ വേല് കുറവുണ്ടാകുക വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിലായിരിക്കും. ഓക്കെ, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എക്സ്പയർ അടുക്കുന്നത് കൊണ്ട് അവിടെ തീറ്റ വേലി കൂടുതലായിരിക്കും. അവിടെ മൊമന്റം കുറച്ച്, അതായത് വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നുള്ള ആ ഒരു ദിവസത്തെ മൊമന്റം കുറവാണെങ്കിലും വലിയ കുഴപ്പമില്ല, ചെറിയ പ്രോഫിറ്റ് കിട്ടും. എന്നാൽ ബുധൻ, വ്യാഴം എന്നുള്ള എക്സ്പയറിക്ക് അടുത്ത് വരുന്നത് കൊണ്ട് അവിടെ തീറ്റ വാല്യൂ, ടൈം വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ തീറ്റ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബൈ നല്ല മൊമെന്റം ഇല്ലെങ്കിൽ ട്രേഡ് വലിയ പ്രോഫിറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ലോസിലേക്ക് പോകും. അല്ലെങ്കിൽ നല്ല മൊമെന്റത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കറക്റ്റ് എൻട്രി കറക്റ്റ് എക്സിറ്റ് അടിക്കാൻ പറ്റൂ, അല്ലെ ഫുൾ ഹോൾഡ് ചെയ്തിടുന്ന ലോസ് വരും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എക്സ്പയറി എടുക്കുമ്പോൾ നമുക്കതൊരു നിങ്ങൾ ബുധനാഴ്ചയാണ് എക്സ്പയറി എടുക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള എക്സ്പയറി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അവിടെ നെക്സ്റ്റ് എക്സ്പയറി ആവുകൊണ്ട് എക്സ്പയറി ആവാനുള്ള സമയം വീണ്ടും ഒരാഴ്ച ഉണ്ട്. അതുകൊണ്ട് ടൈം ഡിക്ക് തീറ്റ വാല്യൂ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ് വലുതായിട്ട് കുറയത്തില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. നിങ്ങൾ എടുക്കുന്നത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നതെങ്കിൽ, മൊമെന്റം കുറവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അതിനാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പൊ അവിടെ ഓപ്ഷൻ ചെയ്യലുള്ള OIA എല്ലാവരും വ്യത്യാസം വന്നിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്തായാലും ഈ എക്സ്പയറി 26-ാം തീയതി, ഇന്ന് 24 ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഓക്കെ, ചൊവ്വാഴ്ചയാണ്. അപ്പൊ നാളത്തെ കണക്കാക്കി എടുക്കുമ്പോൾ ബുധനും വ്യാഴമാണ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ഒക്ടോബറിൽ എക്സ്പയറി എന്തായാലും ഇപ്പം എടുത്തുകളയാം. ഓക്കെ, അപ്പൊ ഇപ്പം പറയുന്നത് 26-ാം തീയതിയുള്ള എക്സ്പയറി ഡേറ്റ് അല്ല, ഇത് 3 ഒക്ടോബറിന്റെ എക്സ്പയറി, നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വേറെ, ഞാൻ ടാർഗറ്റ് ചിലപ്പോൾ ചാർട്ടൂടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എക്സ്പയറി എടുക്കാം. പക്ഷെ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഡേറ്റ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്കി ഇവിടെ കോളൊന്നും പല പുട്ടൊന്നും ഇവിടെ കാണുന്നുണ്ട് അല്ലേ. എന്നാൽ അറിയാന്നുള്ളതായിരിക്കും കൂടി ഇരിക്കുക. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൂടാ, ചെറിയ കാര്യങ്ങൾ കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കാൾ സൈഡും പുട്ട് സൈഡും. ഓക്കെ, യെല്ലോ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പകുതിക്ക് ഇപ്പുറം കാണുന്നത് സ്ട്രൈക്ക് പ്രൈസിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോൾ എന്നും, സ്ട്രൈക്ക് പ്രൈസിന് റൈറ്റ് സൈഡിൽ കാണുന്നത് പുട്ട് സൈഡ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് സെൻട്രലിൽ സ്ട്രൈക്ക് പ്രൈസ് ആണ്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അണ്ടർലൈൻ അസറ്റ് നിഫ്റ്റി 50 50 സ്റ്റോക്കുകളുടെ അണ്ടർലൈൻ അസറ്റിലുള്ള
ഓപ്ഷൻ ചെയിൻ ആണിത്. അതിന്റെ സ്ട്രൈക്ക് പ്രൈസ് ആണ് സെന്ററിൽ കാണുന്നത്. കോളിനും ഡീറ്റെയിൽ ഉണ്ട്, പുട്ട് സൈഡിലും ഡീറ്റെയിൽ ഉണ്ട്. സോ കോൾസ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണാം. ഒ ഐ എന്നാണ് എഴുതിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് ഡീറ്റെയിൽസ്. അതായത് CHNG ഇൻ OE എന്നത് ചേഞ്ച് ഇൻ OE, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൽ വ്യത്യാസം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കും. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ OE. ഓപ്പൺ ഇൻട്രസ്റ്റ്, OE ചേഞ്ച്, പിന്നെ വോളിയം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐബിയുടെ വെച്ചാൽ ഇംപ്ലൈഡ് വോളാറ്റിലിറ്റി. ഇന്ത്യ വിക്സിനും ചിലർ IB എന്ന് പറയാറുണ്ട്. ഇന്ത്യ വിക്സ് എന്നുള്ളത് മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള വോളാറ്റിലിറ്റി, ചാഞ്ചാട്ടത്തെ അല്ലെ. നമ്മൾ ഊഞ്ഞാലാട്ടി വിട്ട് കഴിഞ്ഞാൽ മുകളോട്ട് പോവും, തിരിച്ച് താഴെ അല്ലെ, അതിന്റെ ആട്ടം അല്ലെ. ഒരു ക്യാൻഡിലിന്റെ ഹൈയും ലോയും, അതായത് മാർക്കറ്റ് പോകുന്ന ഒരു ഹൈയും ലോയും സൂചിപ്പിക്കുന്ന അതാണ്, മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യ വിക്സ്. അതിന്റെ ഈ IB എന്നുള്ളത് ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഓരോ IB ആണ് ഉള്ളത്. ആ IBയുടെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്, അതാണ് IB. ഓക്കെ, അടുത്തത് LTP, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഓക്കെ, മാർക്കറ്റിന്റെ അപ്പോഴുള്ള കണ്ടീഷനിലെ പ്രൈസ് പ്രീമിയം ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിന്റെ ഓരോ സ്ട്രൈക്ക് പ്രൈസിന്റെയും പ്രീമിയം ആണ് LTP, ലാസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ചേഞ്ച്, CHNG, ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഈ മാർക്കറ്റ് ആദ്യം ഉണ്ടായിരുന്ന പ്രൈസിനേക്കാളും ഇവിടെ എത്ര വ്യത്യാസം വന്നു, കൂടിയോ കുറഞ്ഞോ എന്നാണ് LTPയുടെ അടുത്തുള്ള ചേഞ്ചിൽ കാണിക്കുന്നത്. പ്രീമിയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്ര ചേഞ്ച് ആയി, കൂടിയോ കുറഞ്ഞോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത് ബിഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ബിഡ് പ്രൈസ്, ആസ്ക് ക്വാണ്ടിറ്റി. അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, അതായത് നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു പ്രൈസ് ചോദിക്കില്ലേ, അപ്പൊ വാങ്ങുന്ന ആള് വേറൊരു പ്രൈസ് പറയില്ലേ അല്ലെ, ബാർഗെയിൻ പോലെ. അപ്പൊ അത് പറയുന്നതാണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസും പറയുന്ന പ്രൈസും. ഓക്കെ, അതിന്റെ ക്വാണ്ടിറ്റിയുമാണ് ഇവിടെ ബിഡ് ക്വാണ്ടിറ്റി, ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ്, ആസ്ക് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിലും ചെറിയ എന്താണ് സ്ട്രാറ്റജി. ഇതിന്റെ ഓരോരോ പാർട്സുകൾ, ഓരോരോ ഓപ്ഷൻ, ഇതിപ്പോ OE ആയാലും OE ചേഞ്ച് ആയാലും വോളിയം ആണെങ്കിലും IB വെച്ചാണെങ്കിലും ചിലർ ഈ പ്രൈസിന്റെ വേരിയേഷൻ, ചില നിങ്ങൾ ചില സ്ട്രാറ്റജികൾ ചിലർക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 10 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ ബൈ എടുക്കുന്നവർ സ്ട്രാറ്റജി ഇല്ല, വേറെ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുന്നവരുണ്ട്. 10 പോയിന്റ്, ചിലപ്പോൾ 20 പോയിന്റ്, 50 പോയിന്റ്, പലർക്കും പല സ്ട്രാറ്റജികളാണ്. അപ്പോൾ ഈ IB വെച്ചിട്ടും സ്ട്രാറ്റജി ഉണ്ട്, വോളിയം വെച്ചിട്ട് സ്ട്രാറ്റജി ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, OE ചേഞ്ച് വെച്ചിട്ട് കുറഞ്ഞ് മൈനസ് ആണോ ലെസ് ആണോ, രാവിലെ ഓപ്പൺ ചെയ്ത OE ചേഞ്ചിന്റെ വ്യത്യാസം വെച്ചിട്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടും സ്ട്രാറ്റജി ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഓരോന്ന് വെച്ചിട്ടും സ്ട്രാറ്റജി. അതുപോലെ തന്നെയാണ് ഈ ബിഡ് ക്വാണ്ടിറ്റിയും ആസ്ക് ക്വാണ്ടിറ്റിയും. ഓക്കെ, ഈ ക്വാണ്ടിറ്റി നോക്കിയിട്ടും ട്രേഡ് സ്ട്രാറ്റജി ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് ക്വാണ്ടിറ്റി കൂടുതൽ വരിക. ഓക്കെ, ആസ്ക് ക്വാണ്ടിറ്റി, അതായത് വാങ്ങാനുള്ളവരുടെയും വിൽക്കാനുള്ളവരുടെയും ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണുന്നത് അല്ലെ. എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്, കൂടുതൽ ക്വാണ്ടിറ്റി ഇവിടെ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന് അർത്ഥം എന്താണ് അല്ലെ. ആലോചിക്കൂ. സ്വന്തം ബ്രെയിന് വർക്ക് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വിജയിക്കാൻ പറ്റും. സ്വന്തമായിട്ട് ഓരോരോ സ്ട്രാറ്റജികൾ, ഓരോരോ വിജയിക്കുന്ന ഓരോരോ രീതികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ചോദിക്കുന്ന ക്വാണ്ടിറ്റിയും ചോദിക്കുന്ന പ്രൈസും, പറയുന്ന ക്വാണ്ടിറ്റിയും പറയുന്ന പ്രൈസും അല്ലെ, അത് വച്ചിട്ടും നമുക്ക് ഒരു സ്ട്രാറ്റജി ചെയ്യാം, ട്രേഡിംഗ് സ്ട്രാറ്റജി ചെയ്യാം. അതുപോലെ തന്നെ ടൈം വെച്ചിട്ട്. ഓക്കെ, ടൈം രാവിലെ ഏത് സമയത്താണ് ട്രേഡ് ചെയ്യുന്നത്, ഓരോ ടൈം വെച്ചിട്ടും ആ കറൻസി വിജയ സാധ്യത കൂടുതലുള്ള, പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന ടൈം വെച്ചുള്ള സ്ട്രാറ്റജികളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പുട്ട് സൈഡിലും ഉണ്ട്, കോൾ സൈഡിലും ഉണ്ട്. മനസ്സിലായിക്കോളാം. ഈ OE വെച്ചിട്ടും OE ചേഞ്ച് വെച്ചിട്ടും വോളിയം വെച്ചിട്ടും IB വെച്ചിട്ടും ട്രേഡ് പ്രൈസ് വെച്ചിട്ട് അതിന്റെ വേരിയേഷൻ വെച്ചിട്ടും ബിഡ് ക്വാണ്ടിറ്റിയും ആസ്ക് ക്വാണ്ടിറ്റി വെച്ചിട്ടും എല്ലാം സ്ട്രാറ്റജികളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ട് ബുദ്ധിപരമായി ചെയ്യുക. അതിന് ചെയ്യണമെങ്കിൽ രാവിലെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആകുമ്പോൾ
എത്ര പ്രൈസ് ആണ്, അതിൽ പിന്നീട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എത്ര പ്രൈസ് ഇവിടെ വ്യത്യാസം വന്നു, മൈനസ് ആണോ പ്ലസ് ആണോ, കോൾ സൈഡിൽ എത്ര വ്യത്യാസം, പുട്ട് സൈഡിൽ എത്ര വ്യത്യാസം അല്ലെ. പുട്ട് സൈഡിൽ ഇവിടെ ചേഞ്ച് LTP മൈനസ് ആണ്, റെഡ് കളറിലാണ്. കോൾ സൈഡിൽ ഇവിടെ ഗ്രീൻ കളറിലാണ് അല്ലെ. അപ്പൊ ഇതിൽ പിന്നെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഒന്നും ഇല്ല. കണക്ക് മെമ്മറി തന്നെ സൂക്ഷിക്കണം. അല്ലെ എഴുതിയെടുക്കുക എന്നുള്ള സമയത്തിൽ ഇത് സാധ്യമല്ല. മെമ്മറി വർക്ക് ചെയ്താലേ ഇതെല്ലാം ഇവിടെ എത്ര കൂടി എത്ര കുറഞ്ഞു അല്ലെ. 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ഓളി എത്ര ഉണ്ടായിരുന്നു, OE എത്ര ഉണ്ടായിരുന്നു, OE ചേഞ്ച് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കണം. ആദ്യം ഓരോ അർദ്ധമണിയിലുള്ള 2 സൈഡ് കോൾ പുട്ടും ഉള്ള വ്യത്യാസങ്ങൾ ഓർമ്മപ്പെടുത്തുക. പിന്നീട് പതുക്കെ കൂട്ടിയിട്ട് അല്ലെ പുട്ട് സൈഡിലും ഇൻ ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിലും 5 എണ്ണം വീതവും, കോൾ സൈഡിൽ ഇൻ ദ മണിയിൽ 5 ഔട്ട് ഓഫ് ദ മണിയിൽ 5, ആ രീതിയിൽ നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എന്തൊക്കെ ചേഞ്ച് വന്നു, ഏതിൽ കുറഞ്ഞു ഏതിൽ കൂടി, ഐഡി കൂടിയോ കുറഞ്ഞോ, പ്രൈസ് കൂടിയോ കുറഞ്ഞോ, വോളിയം കൂടിയോ കുറഞ്ഞോ അല്ലെ, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയോ കുറഞ്ഞോ, അതോ OE ചേഞ്ച് കൂടിയോ കുറഞ്ഞോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വന്നാലേ ഓപ്ഷൻ ട്രേഡിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ, ക്ലാരിറ്റി കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഫീച്ചറിന്റെ ഹെഡ്ജിങ് സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരു ടൂൾ ആയിട്ടാണ് ഓപ്ഷൻ വന്നത്. സോ അതുകൊണ്ട് ഈ NSEയുടെ ചാർട്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം, OE എന്ന് പറയുന്ന സാധനം, ഞാനൊരു ഇൻഡിക്കേറ്റർ രീതിയിലാണ് കാണുന്നത്. ഓക്കെ, എല്ലാ ഇൻഡിക്കേറ്ററുകളും വർക്കിംഗ് തന്നെയാണ്. അതിൻ്റെതായ രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആകും. അതുപോലൊരു ഇൻഡിക്കേറ്റർ ആണ് ഇത്. ഓക്കെ, പലരും പല ഇൻഡിക്കേറ്ററും ക്ലബ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലൊരു ഇൻഡിക്കേറ്റർ ആണ് ഇത്. ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ OE ഇവിടെ കാണിക്കും അല്ലെ. ലെഫ്റ്റ് സൈഡിൽ 5,14,000 ഒറ്റ 10 100 1000 10 ലക്ഷം 51,49,138 OE ഇവിടെ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പുട്ട് സൈഡിൽ 64,89,798 എന്നും കാണിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഏതാ കൂടുതൽ? പുട്ട് സൈഡിലാണ് OE കൂടുതൽ അല്ലെ. പുട്ട് സൈഡിൽ OE കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് പുട്ട് എന്ന് പറയുന്നത് അല്ലെ. കോൾ എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് കോൾ എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും സംശയവും എല്ലാവരും ചിന്തിക്കുന്നതും കോൾ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വാങ്ങാനുള്ളതല്ലേ, മുകളിലേക്ക് പോകുന്നതല്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുക അല്ലെ. എന്നാൽ കൂടുതൽ ആൾക്കാരും സെല്ലേഴ്സ് ആണ് ഉള്ളത്, ബയ്യേഴ്സ് കുറവാണ്. പിന്നെ ബയ്യിങ് ഇവിടെ ഉണ്ട്. അത് ഫീച്ചർ ഹെഡ്ജ് ചെയ്യാനും ഓപ്ഷന് ഹെഡ്ജ് ചെയ്യാനും വേണ്ടിയിട്ട് ചെറിയ പ്രീമിയമുള്ള തുകകളാണ് കൂടുതലും ഇവിടെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതാ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. നിങ്ങൾ 28,000-നും 29,000-നും ഇവിടെ ലാസ്റ്റ് LTP 85 പൈസ 65 പൈസയേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയേ, 2,69,000-ഉം 1,92,000 ഒക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ചേഞ്ച് ഇൻ OE 28,000-ൽ 19,251 ഉണ്ട്. 29,000-ൽ ചേഞ്ച് ഇൻ OE മൈനസ് ആയിട്ടുണ്ട്, -3,082 ആയിട്ടുണ്ട്. ഈ മൈനസ് എന്നുള്ളത് ലോങ് അൺബൈൻഡിങ്ങും പ്ലസ് എന്നുള്ളത് ഷോർട്ട് ബിൽഡപ്പ് ആണ് അതല്ലേ. അപ്പോ ഈ ചേഞ്ച് ഇൻ OEയുടെ മൈനസും പോസിറ്റീവും നിങ്ങൾ പല ബ്രോക്കറുകളിലും അല്ലെ, ലോങ് പൊസിഷൻ, ലോങ് അൺബൈൻഡിങ്, ഷോർട്ട് കവറിങ് എന്നൊക്കെ എഴുതി കാണിക്കുകയും ചെയ്യും. ഈ ഒരു ഇത് തന്നെയാണ് അവിടെ ഡിജിറ്റൽ പ്രസന്റേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് കുറയുന്നതാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു ഡിലേ ഉണ്ട്. ഒരു 3 സെക്കൻഡ്, ഏറ്റവും കുറഞ്ഞത് ഒരു 3 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡാറ്റ NSE കാണാൻ കഴിയുന്നത്. ഓക്കെ,
എന്നാലും നമുക്ക് അനലൈസ് ചെയ്യാൻ ഇത് ഉപകരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് കോൾ സൈഡിൽ എല്ലാവരും ആയിരിക്കും ഇവിടെ കോൾ സൈഡിൽ കൂടുതലുണ്ടെങ്കിൽ അല്ലെ, ഇവിടെ പുട്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ 64 ലക്ഷം ഉണ്ട്, ഇവിടെ കോൾ സൈഡിൽ 51 ലക്ഷമേ ഉള്ളൂ അല്ലെ. അപ്പം ഏതാണ്ട് 13 ലക്ഷത്തിന്റെ വ്യത്യാസം പുട്ട് സൈഡിൽ ഉള്ളത് കൊണ്ട് മാർക്കറ്റ് താഴേക്കല്ലേ പോകേണ്ടത് എന്നായിരിക്കും കോമൺ ആയിട്ട് ആദ്യമായിട്ട് NSE ചാർട്ട് ഓപ്ഷൻ കാണുന്നവർക്കും പഠിക്കുന്നവർക്കും മനസ്സിലാകുന്നത് അങ്ങനെയായിരിക്കും ചിന്തിക്കുക. ആക്ച്വലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇത് കൂടുതലും സെല്ലേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പുട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും അല്ലെ. പുട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ബൈ ചെയ്യേണ്ടത്, പുട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ കോള് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം, കോള് ബൈ ചെയ്യുന്നത്, കോള് സെല്ല് ചെയ്യുന്നത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് സെല്ലിന്റെ ഇത്. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് കൂടുതലായതുകൊണ്ട് ഇവിടെ പുട്ട് സെല്ലിംഗ് ആണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ബട്ട് ഓക്കെ, എന്നാലും എല്ലാം ശ്രദ്ധിക്കാം. ഓപ്ഷൻ നോക്കി ചെയ്യുന്നത്, അതായത് PCR പുട്ട് കോൾ റേഷ്യോ എന്ന് പറയാം അല്ലെ. PCR നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. PCR പുട്ട് കോൾ റേഷ്യോ ഞാൻ എഴുതി കാണിക്കുന്നില്ല, അതിന്റെ വരച്ചു കൊടുത്തൊന്നും സമയം കളയുന്നില്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ കണ്ണ് കൂടുതൽ പഴയതുപോലെ കണ്ണ് നോക്കിയിരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് ലൈവ് ഒക്കെ ചെയ്ത് കണ്ണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഞാൻ കുറച്ചു നേരം മാറുന്നത്. അതുകൊണ്ട് കൂടുതൽ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ലൈവ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. ഓക്കെ, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് അടിച്ചതിനും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പുട്ട് സൈഡിലുള്ളയും കാൾ സൈഡിലുള്ളയും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഇത് വെച്ചിട്ടാണ് പുട്ട് കാൾ റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിന് മുകളിൽ പോയി മാർക്കറ്റ് മുകളിലേക്കൊന്നും ഒന്നിന് താഴെയാണ് വന്നിരുന്നതെങ്കിൽ മാർക്കറ്റ് താഴേക്കെന്നൊക്കെ പറയുന്നത്. ബട്ട് ഞാൻ ഇതെല്ലാം ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കണക്കാക്കി മാത്രമേ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇന്ന് 13 ലക്ഷത്തിന്റെ പുട്ട് പോയി ഇവിടെ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ന് അനുമാനിക്കാം. ബട്ട് എല്ലാ ദിവസവും അതുപോലെ അല്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞ ലോജിക്കൽ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇതിന്റെ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകളാണ്. ഓക്കെ, 50 സ്റ്റോക്കുകളുടെ ഓപ്ഷനാണ്, ഒരു ഓപ്ഷണൽ ടൂളാണിത്. ഇതൊരു ബാധവയ്പ് അല്ലെ ഗാംബ്ലിംഗ് എന്ന് പറയും പോലെ അതിനെ അർത്ഥമാക്കുന്ന തരത്തിൽ ചില ഗാംബ്ലിംഗ് ഇതിനകത്തുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നാണ്. അപ്പോ ഇതില് വ്യത്യാസം വന്നാലും ഇതിപ്പോ 13 ലക്ഷത്തിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് പുട്ട് സെല് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും എന്ന് നമുക്ക് വിശ്വസിച്ച് ട്രേഡ് എടുക്കാം. ബട്ട് എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. കാരണം അണ്ടർലൈൻ അസറ്റ് 50 സ്റ്റോക്കുകൾ അല്ലെ 14 സെക്ടറുകൾ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സ്റ്റോക്കുകളും കൂടെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ ഓപ്ഷനും മുകളിലോട്ട് ഇൻഡെക്സും മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇവിടെ പുട്ടോയി കൂടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സെല് ചെയ്തിട്ടിരിക്കുകയാണ്, ആരും ബൈ ചെയ്തിട്ടില്ല അല്ലെ എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഇത് കണ്ണുടച്ച് കൂട്ടിയിട്ട് നേരെ പോയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന വരച്ച് ഓപ്ഷൻ ബൈയും ചെയ്യരുത്, പുട്ട് സെല്ലും ചെയ്യരുത്. ഓക്കെ, ഇതൊരു അനലൈസ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ബട്ട് ഈ 13 ലക്ഷത്തിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് ഇവിടെ, അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ചാർട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്, മുകളിലോട്ട് തന്നെയാണ് കാണിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ഒരു റേഷ്യോ നിങ്ങൾ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വ്യത്യാസത്തെ നിങ്ങളത് ആ ലെവലിൽ തന്നെ ആ ഒരു ട്രെൻഡിൽ തന്നെ ആ ഒരു വ്യൂ തന്നെ അല്ലെ മാർക്കറ്റ് കാണാവും. ഇല്ലാതെ കണ്ണുടച്ചിട്ട് ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ 50 സ്റ്റോക്കുകളുടെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പോറാണ് അല്ലെ. ബട്ട് നമുക്ക് ആ 50 സ്റ്റോക്കുകളും വരുന്ന സെക്ടറുകളുടെ ചാർട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് 10 ചാർട്ട് മെയിൻ ആയിട്ടുള്ള 10-12 സെക്ടർ ചാർട്ടുകളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ,
മാർക്കറ്റ് തിരിയുമോ, ഇത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ മാർക്കറ്റ് പോകുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നമ്മൾ വീഡിയോ കാണുമ്പോൾ പലതും നമ്മൾ ജസ്റ്റ് നോക്കുമെങ്കിലും ഞാൻ ഇവിടെ നോക്കുന്നത് അർദ്ധ മണിക്ക് തൊട്ടടുത്തുള്ള ഒരു 10 പോയിന്റുകളാണ്, 10 സ്ട്രൈക്ക് പ്രൈസുകളാണ് ഞാൻ വാച്ച് ചെയ്യാറ്. ഓക്കെ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ, പുട്ട് സൈഡിലും കോൾ സൈഡിലും ഞാൻ ആ ഒരു ഏരിയ മാത്രമേ നോക്കാറുള്ളൂ. താഴോട്ടൊന്നും പലതായിട്ട് നോക്കാറില്ല. ഇവിടെ എത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി, രാവിലെ ഉണ്ടായിരുന്നതിൽ നിന്നും എത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി, എത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞു, അല്ലെ? ചേഞ്ച് ഇൻ OI എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് കൂടുതലുള്ളത്, ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് കുറവുള്ളത്, അതുപോലെ തന്നെ ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് തൊട്ടടുത്ത് കൂടി സപ്പോർട്ടീവ് ആയിട്ട് കൂടുതലുണ്ടോ, അല്ലെ? അതായത് ഇടയ്ക്ക് കുറച്ച് ആദ്യം ഉണ്ട്, പിന്നെ കുറെ സ്ട്രൈക്ക് പ്രൈസ് കഴിഞ്ഞ താഴെ ഉള്ളൂ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് ട്രേഡുകളുടെ നമ്മൾ സ്ട്രോങ് നോക്കുക, എങ്ങോട്ട് മാർക്കറ്റ് പോകും, എത്ര ദൂരം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് അടുത്തുള്ള അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഈ വോളിയം കൂടുതൽ ഏത് സ്ട്രൈക്ക് പ്രൈസിലാണുള്ളതെന്ന് നോക്കും. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മളൊരു ചെറിയൊരു ലോജിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വോളിയം കൂടുതലുള്ളിടത്ത് ആ സൈഡിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് അനുമാനിക്കാൻ പറ്റുമോ? ബിക്കോസ് വോളിയം കൂടുതലുണ്ട്, ആൾക്കാർ കൂടുതലുണ്ട് എന്നാണ് നമ്മുടെ ധാരണ. ശരി തന്നെയാണ് ഒരു തരത്തിൽ, അല്ലെ? ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് 25,900 പുട്ട് സൈഡിൽ 41,73,425 വോളിയം ഉണ്ട്. അവിടെ ചേഞ്ച് ഇൻ OI 84,845 ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ OI ഉള്ളത് 2,45,240 ആണ്. ഓക്കെ, സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയവും OI ചേഞ്ചും എല്ലാം സംഭവിച്ചിട്ടുള്ളത്. പ്രീമിയം വന്നിട്ട് 71 രൂപ 95 പൈസ ഉണ്ട്. പക്ഷെ അവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് -42 42 രൂപയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, വോളിയത്തെ കുറിച്ച് പറഞ്ഞപ്പോ വോളിയം എന്നുള്ളത് നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ, അല്ലെ നമ്മളൊരു കടയിൽ പോകുമ്പോൾ, അല്ലെ ഏത് കടയോ അല്ലെ ചന്തയോ എന്തായിക്കോട്ടെ, അവിടെ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകും, അല്ലെ? ആ ഒരു മൊത്തത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വോളിയമായിട്ട് കാണേണ്ടത്, ലോജിക്കലായിട്ട്. ഓക്കെ, എല്ലാവരെയാണ് നമ്മൾ വോളിയമായിട്ട് കാണേണ്ടത്. പക്ഷെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും ആക്ച്വലി വാങ്ങാനോ വിൽക്കാനോ മാത്രമുള്ളവരാണോ വന്നിട്ടുള്ളത്? അല്ല. വാങ്ങാൻ വന്നവരുടെ കൂടെയും വിൽക്കാൻ വന്നവരുടെ കൂടെയും ട്രാൻസ്പോർട്ട് വണ്ടികളായി ഡ്രൈവർ വന്നിട്ടുണ്ടാവും, അല്ലെ? കൂടെ വന്നിട്ടുണ്ടാവും, കൊച്ചു കുട്ടികളുണ്ടാവും, എല്ലാവരും ഉണ്ട്. ആ എല്ലാവരെയും ചേർന്നതാണ് ഈ വോളിയം. ഓക്കെ, പിന്നെന്താണ് OI എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്തിട്ടുള്ളവരാണ്, അല്ലെ? ഒരു വാങ്ങലോ വിൽക്കലോ നടന്നിട്ടുള്ളവരാണ് ഇവിടെ OI എന്ന് പറയുന്നത്. OI ചേഞ്ച് എന്ന് പറയുന്നത് ഈ OIയിലുള്ളവർ മാറി മൈനസ് ആയതോ അല്ലെങ്കിൽ പ്ലസ് ആകുന്നതോ ആണ് ഇവിടെ OI ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായ? ചില നിങ്ങൾ കണ്ടിട്ട് കാണുന്നില്ലേ, മൈനസ് ഒരു എമൗണ്ട്, അല്ലെ? മൈനസിന്റെ ഒരു വാല്യൂ പ്ലസ് അടിച്ചിട്ടില്ല, മൈനസ് ഇല്ലാത്തതല്ല, പ്ലസ് വാല്യൂ ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ്, കൂടിയതാണ്. മൈനസ് ആയതെല്ലാം ഈ OI കുറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ആക്ച്വൽ ട്രേഡ് നടത്തിയിട്ടുള്ളത് OIയിലാണ്. അതിൽ വരുന്ന വ്യത്യാസം OI ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് ആൾക്കാർ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ, ഒഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ, അല്ലെ, അൺവൈൻഡിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ മൈനസ് ആയി പരിഗണിക്കും. മൈനസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ആ പൊസിഷനിൽ നിന്ന് മാറി എന്ന് മനസ്സിലാക്കണം. അപ്പോ മാർക്കറ്റ് തിരിയുമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ NSE ഓപ്ഷൻ ചെയിനിൽ കാണേണ്ടത്. ഓക്കെ, അതുപോലെ അടുത്ത് IB എന്ന ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ആണ്. അതിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഓരോ IB ഉണ്ട്. വലിയ വ്യത്യാസമല്ല, ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. IB കൂടുമ്പോൾ പ്രീമിയം കൂടും. IB കൂടുമ്പോൾ പ്രീമിയം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും. IB ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റ് പ്രീമിയം കൂടത്തില്ല. ചത്ത് വാങ്ങി വിലയ്ക്ക് തന്നെ മാർക്കറ്റ് എത്ര ക്യാൻഡിലുകൾ മുകളിലോട്ട് കാണിച്ചാലും പ്രീമിയം കൂടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടില്ല, അല്ലെ? IB കൂടിയില്ലെങ്കിലും പ്രോഫിറ്റ് കൂടും. ബാക്കിയുള്ള ഗ്രീക്സിന്റെ പാരാമീറ്റർ കൂടെ ഉണ്ട്.
എന്നാലും ഇവിടെ IV വന്നുള്ളത് കൊണ്ട് IV കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് IV വെച്ചിട്ട് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ നിങ്ങൾ പലരും സ്ട്രൈക്ക് പ്രൈസ് ചെയ്യാതെ ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും നോക്കണ്ട, അറ്റ് ദ മണി എടുക്കുക. അറ്റ് ദ മണി എവിടെയാണോ മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് അങ്ങ് എടുക്കുക. പിന്നെ രണ്ടാമത്, ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്നിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ, ഞാൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അറ്റ് ദ മണി എടുക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് മൊമെന്റം ഉണ്ടെങ്കിൽ, സൈഡ് വൈസ് അല്ല നിങ്ങൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് പ്രീമിയം ഇവിടെ നോക്കുക. ഒരു സ്ട്രൈക്ക് പ്രൈസിൽ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഓക്കെ, അതിന്റെ പ്രീമിയം തുക ഈ സ്ട്രൈക്ക് പ്രൈസിന്റെ, അതായത് ഈ സ്ട്രൈക്ക് പ്രൈസ് എന്നൊരു സാധനമായി കണക്കാ. ഈ സാധനത്തിന്റെ വിലയാണ് ഇവിടെ LTP എന്ന് കാണുന്നത് അല്ലെ. ഇവിടെ 26,250 എന്നുള്ള സാധനം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രീമിയം പ്രൈസ് എന്നുള്ളത് 12 രൂപയാണ് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു 10 രൂപയോ 20 രൂപയ്ക്കോ അകത്തുള്ള, ഓക്കെ 10 രൂപയോ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത്, നിങ്ങൾ 10 രൂപയ്ക്കുള്ള പ്രീമിയം എടുക്കുക. അത് നഷ്ടമാണോ ലാഭമാണോ നോക്കണ്ട. നിങ്ങൾ ആദ്യം വരുന്നവർ ട്രേഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാതിരിക്കുവാൻ കുറഞ്ഞ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വലിയ നഷ്ടം വരത്തില്ല. പോയാലും ഈ 12 രൂപയെ പോകത്തുള്ളൂ. എന്ന് പോകത്തുള്ളൂ? എക്സ്പയറി ദിവസം പോകുള്ളൂ. എക്സ്പയറി ദിവസം വരെ ഈ 12 രൂപ അവിടെ ഉണ്ടാവും. കുറച്ച് കുറഞ്ഞു വരും. ഓക്കെ, അതുപോലെ തന്നെ പൊസിഷൻ ട്രേഡ് എടുത്ത് പൊസിഷൻ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് ഒരിക്കലും പ്രോഫിറ്റിലാവാൻ സാധ്യത തീരെ കുറവുള്ളതാണ്. അതുകൊണ്ട് പൊസിഷൻ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഗ്രീക്സിന്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ബൈ എടുക്കുന്നവർക്ക് ഒരു ദിവസം മാറിയാൽ തന്നെ അവിടെ ഡിഡക്ഷൻ വരും. ഓക്കെ, സോ പുതിയതായിട്ട് ആദ്യമായിട്ട് വരുന്ന ഓപ്ഷൻ ചെയ്യുന്നവര് 10 രൂപ 20 രൂപയ്ക്കകത്തുള്ള പ്രീമിയം മാത്രമേ ചൂസ് ചെയ്യാവൂ. ഓക്കെ, അവിടെ ലാഭവും നഷ്ടവും നോക്കല്. SL വയ്ക്കുക. SL നിർബന്ധം. SL വെച്ച് ബാക്കിയുള്ള പ്രോഫിറ്റും ലോസും എല്ലാം നിങ്ങൾ ട്രെയിലേഴ്സ് എല്ലാം എന്താണോ ചെയ്തോ, പക്ഷേ SL നിർബന്ധം. ഓക്കെ, SL വയ്ക്കുക. ഓക്കെ, അങ്ങനെ വേണം ആദ്യം ട്രേഡ് എടുക്കുക. അല്ലാതെ കയറി ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് ഗ്രീക്സിന് സംബന്ധിച്ച് വരുമ്പോൾ IV ഗ്രീക്സും എല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇൻ ദ മണിയിലേക്ക് പോകേണ്ടി വരും. തീറ്റ കുറവുള്ളതും ഡെൽറ്റ കൂടുതലുള്ളതും ഒക്കെ ഇൻ ദ മണിയിലാണല്ലോ ഉള്ളത്. അപ്പൊ അവിടെ ഇൻ ദ മണിയിൽ പോയി. ബട്ട് നമ്മളെ ഒരു US ഫെഡിലെ ന്യൂസ് എഫക്റ്റുകൾ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈവന്റ് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഓപ്ഷൻ ചെയിൻ പറഞ്ഞപ്പോൾ നോർമലി പറഞ്ഞു പോയത്, ഇതിന്റെയൊക്കെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിടും. ഓക്കെ, എന്തായാലും പറഞ്ഞു പോകുന്നതാണ്. പഠിച്ചു വന്നവർ മാത്രം ഇതൊക്കെ നോക്കി ചെയ്താൽ മതി. പഠിക്കാത്തവർ ഫസ്റ്റ് വരുന്നവർ 10 രൂപ 20 രൂപയ്ക്കകത്തുള്ള പ്രീമിയം എടുത്താൽ മതി. മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റം ഉണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് തരും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഫെഡ് റിസൾട്ട് വന്നപ്പോൾ എടുത്തത് വെറും 16 രൂപയുടെ ഒരു ഓപ്ഷനാ, കോള് ബൈ ആണ് എടുത്തത്. 16 രൂപയുടെ സാധനം പോയി നിന്നത് എത്ര രൂപയ്ക്കെന്ന് അറിയാമോ? 70 രൂപയ്ക്കാണ് ആ പ്രീമിയം പോയി നിന്നത്. ഓക്കെ, ഞാൻ 60-65 രൂപയിൽ ബുക്ക് ചെയ്തു. മൊബൈലിലാണ് എടുത്തിരുന്നു. നോക്കിയപ്പം നമ്മൾ ആ റേഞ്ചിലെത്തി അവിടെ ബുക്ക് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് 16 രൂപയുടെ പ്രീമിയം 70 രൂപയാണ് പോയി. അപ്പൊ എന്ത് ലാഭം നോക്കി, ഒരു ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം. അപ്പൊ 25 ക്വാണ്ടിറ്റി ആവുമ്പോൾ എത്ര രൂപ കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലെ. വെറും എടുത്തത് 420 രൂപയ്ക്കാണ് എൻട്രി എടുത്തത്, വിറ്റത് 1116 രൂപയ്ക്കാണ്. ഓക്കെ, പ്രോഫിറ്റ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ലാഭമാകുമോ എന്ന് വിചാരിക്കരുത്. മൊമെന്റം കൊണ്ട് മാർക്കറ്റ് പോകുന്നുണ്ട് എങ്കിൽ ഈ ചെറിയ പൈസയും വലിയ പൈസയായിട്ട് മാറും. പിന്നെ ആദ്യമേ വന്ന് ആക്രാന്തം കാണിക്കരുത്. ക്വാണ്ടിറ്റി കൂടിയുള്ളൊന്നും എടുക്കരുത്. ക്വാണ്ടിറ്റി ഒരു ലോട്ടിൽ തന്നെ നിൽക്കുക. മാത്രമല്ല നിഫ്റ്റി വൊളാറ്റിലിറ്റി കുറവാണ്, പക്ഷെ പ്രോഫിറ്റ് കൂടുതൽ ബാങ്ക് നിഫ്റ്റി തരും. ബാങ്ക് നിഫ്റ്റിയിൽ 15 ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് വരുന്നവർ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്ത് പഠിക്കുക. 10 രൂപയുടെ 20 രൂപയുടെ പ്രീമിയം എടുത്ത് പ്രാക്ടീസ് ചെയ്ത്
മന്ത്ലി പ്രോഫിറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളത് ഇതിൽ വന്ന് ചെയ്യാം. ഇതാണ് ഓപ്ഷൻ ചെയിനെ കുറിച്ച് ബ്രീഫായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഒരുവിധം പറഞ്ഞ് മനസ്സിലായവർക്ക്, അറിയാവുന്നവർക്ക് ഇത് മനസ്സിലായി കാണും. മനസ്സിലാകാത്തവര് വീണ്ടും വീണ്ടും ഇത് കേൾക്കുക, കാണുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഓട്ടിച്ചിട്ട് പറഞ്ഞതാണ്, ചില സ്പീഡ് കൂടുതലാണെന്ന് മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അനലൈസുകളൊന്നും ചെയ്തിട്ട് ചാർട്ടൊന്നും കാണിച്ച് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കാണുക എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. ചുമ്മാ ഒരു ചാർട്ട് ആണ്, കുറെ നമ്പർ ഉണ്ട്, ഭ്രാന്ത് പിടിക്കും ഈ കണക്കുകൾ അല്ലെ, സംഖ്യകൾ കാണുമ്പോൾ. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ഒന്നും ഫോക്കസ് ചെയ്യേണ്ട. ഫസ്റ്റ് ടൈമിൽ NSE വരുമ്പോൾ നിങ്ങൾ അറ്റ് മണി മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്താണ് ആസ്ക് ക്വാണ്ടിറ്റി, ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ്, ബിഡ് ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ പ്രൈസ്, ലാസ്റ്റ് ഇയർ പ്രൈസ്, IB വോളിയം, ചേഞ്ച് ഇൻ OE. ഫസ്റ്റ് 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ പുട്ട് സൈഡിലും കോൾ സൈഡിലുമുള്ള ഈ ഒരു ഡാറ്റ നിങ്ങൾ കോപ്പി എടുത്ത് എക്സൽ ടൈപ്പ് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ എഴുതി വെച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് 9:30 ആകുമ്പോൾ ഇതിലെല്ലാത്തിലും എന്താണ് വ്യത്യാസം വന്നത്, കുറഞ്ഞോ കൂടിയോ, ഏതിലൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സൽ അറിയാന്നുള്ളതാണ്, ഇതിനെ ഇമ്പോർട്ട് ചെയ്ത് എക്സലിലേക്ക് കൊണ്ടിട്ടാലും മതി. ഓക്കെ, അങ്ങനെ നിന്നിട്ട് നിങ്ങൾ ഇത് കുറേശ്ശെ ആയിട്ട് ഒരു സ്ട്രൈക്ക് പ്രൈസ് ആദ്യം പഠിക്കുക, എവിടെ വ്യത്യാസം വന്ന ആദ്യം എഴുതി വെച്ച് നോക്കുക. രണ്ടാമത് മെമ്മറൈസ് ചെയ്യുക. 9:15 എത്ര ഇവിടെ OI ഉണ്ടായിരുന്നു, 30 ആകുമ്പോൾ OI എത്രയുണ്ട്, കൂടിയോ കുറഞ്ഞോ, OI ചേഞ്ച് എന്താണ് കാണിക്കുന്നത്, വോളിയം എത്രയുണ്ട്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സിമ്പിളായിട്ട് ലോജിക്കലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ എന്താണെന്ന് കാണിച്ചു തന്നില്ല അല്ലേ. സ്റ്റോക്കിൽ ഓപ്ഷൻ ചെയിൻ കൊണ്ടാണ് ഫ്യൂച്ചർ ആൻഡ് സ്റ്റോക്ക് ഉള്ളത് എന്താണ് വ്യത്യാസം നമ്മൾ പറഞ്ഞില്ല. പിന്നെ അതുപോലെ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട് പറഞ്ഞില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു നിഫ്റ്റിയുടെ 26,000 എന്നുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ നമുക്ക് 26,000 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ്, ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് ഒന്നും കാണത്തില്ല. പകരം സ്ട്രൈക്ക് പ്രൈസ് ഉള്ള സ്ഥലത്ത് ഇവിടെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളതായിരിക്കും ഇവിടെ എഴുതി കാണിക്കുക. മാത്രമല്ല നമ്മളിലുള്ള എക്സ്പയറി 3 മാസത്തെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് മാറി എക്സ്പയറി ഡേറ്റ് ആകും. കാരണം നമ്മൾ എക്സ്പയറി ഡേറ്റ് ആണ് മുകളിൽ സ്ട്രൈക്ക് പ്രൈസ്. ഒരു സ്ട്രൈക്ക് പ്രൈസ് 26,000-ൻ്റെ എല്ലാ എക്സ്പയറിയിലും ഉള്ള ഡേറ്റ ആയിരിക്കും ഇവിടെ നമുക്ക് കാണിക്കുക, കോൾ സൈഡിലും പുട്ട് സൈഡിലും അല്ല. 26 സെപ്റ്റംബർ 2024 തീയതിയുള്ള ആ ഒരു ദിവസത്തെ ട്രേഡിൽ, ആ ആഴ്ച എക്സ്പയറിയിലുള്ള IBയും OI ചേഞ്ചും ക്വാണ്ടിറ്റിയും എല്ലാം ആയിരിക്കും ഈ എക്സ്പയറി ഡേറ്റിലുള്ള കാണിക്കുക. അടുത്ത് ഉള്ളത് 3 ഒക്ടോബർ 2026 ഉള്ള ക്വാണ്ടിറ്റിയും IBയും വോളിയവും OI ചേഞ്ചും എല്ലാം ആയിരിക്കും അടുത്ത് കാണിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ആ സ്ട്രൈക്ക് പ്രൈസിൽ എല്ലാ എക്സ്പയറി ഡേറ്റിലുമുള്ള പ്രൈസ് ചേഞ്ചും എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു പോക്ക്, മൊത്തത്തിലുള്ള ഒരു പോക്ക് എന്ന് മനസ്സിലാവും. മാത്രമല്ല എത്ര രൂപ പ്രീമിയമുണ്ട്, ആ പ്രീമിയം എത്ര വ്യത്യാസമുണ്ട്, അതെത്ര പ്രൈസ് ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിവിടെ അങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഏതെടുത്താലും, നിഫ്റ്റി എടുത്താലും, നെക്സ്റ്റ് നിഫ്റ്റി എടുത്താലും, ഫിൻ നിഫ്റ്റി എടുത്താലും, ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റി എന്നുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കുമ്പോൾ അല്ലേ, സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് കാണിച്ചു, അടുത്ത് സ്റ്റോക്ക് ഇതിപ്പോൾ നമ്മൾ ആദ്യത്തേൽ തന്നെ ഒരു ലെറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ സ്റ്റോക്കിന് ബന്ധപ്പെട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്താലും മതി. നമുക്കിപ്പോൾ തൽക്കാലം ABB എടുത്തു പോകാം. ഈ ഫീച്ചർ ആൻഡ് ഓപ്ഷൻ ഉള്ള അതാണ് ഓപ്ഷൻ സ്ട്രൈക്ക് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. സ്ട്രൈക്ക് പ്രൈസ് അല്ലാത്തതൊന്നും, ഫീച്ചർ ആൻഡ് ഓപ്ഷൻ ഇല്ലാത്ത സ്റ്റോക്കുകളെ ഇവിടെ ഓപ്ഷൻ ചെയിന് കാണത്തില്ല. അതുകൂടെ ഓർമ്മ വെച്ചിരിക്കുക. വല്ല പെന്നി സ്റ്റോക്കോ കുറഞ്ഞ സ്റ്റോക്കുകളൊന്നും എടുത്തിട്ട് ഇവിടെ ഓപ്ഷൻ ചെയിൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് സമയം കൂടിപ്പോയി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. എഡിറ്റൊന്നും വല്ലതും ചെയ്തില്ല, എടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഞാൻ അങ്ങ് ഇട്ടുതരാം. ഓക്കെ, ടൈം ഷെഡ്യൂൾ കൊടുത്തിരുന്നതുകൊണ്ടാണ് പീസായിപ്പോയത് അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പം എഡിറ്റിംഗ് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ടൈം മാറ്റേണ്ടതുണ്ട്. ഓക്കെ,
നെറ്റ് ആപ്ലിക്കേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡിലേ ആയത്. ഓക്കെ, നമ്മൾ വരുന്നുണ്ട് നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റി നമുക്കിപ്പോൾ ABB എടുക്കാം. ഓക്കെ, ABBയുടെ ഓപ്ഷൻ ചെയ്യാനാണ് വരാൻ പോകുന്നത്. ഓക്കെ, വന്നു. എക്സ്പയറി ഡേറ്റ് 26 സെപ്റ്റംബർ 2024 തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 26 സെപ്റ്റംബർ ഉണ്ട്, 31 ഒക്ടോബർ ഉണ്ട്, 28 നവംബർ ഉണ്ട്. ഓക്കെ, അത് വേണ്ട, നമുക്ക് 25 തന്നെ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ OIയുടെ വ്യത്യാസങ്ങളല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് പുട്ട് സൈഡിലും കോഡ് സൈഡിലും ഇതുള്ളത്, എന്താണ് ഓളിയും OI ചേഞ്ച് എല്ലാം ഉള്ളത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പുട്ട് സൈഡിലുള്ളത് 570, 582, 823. ഓക്കെ, 823 ഇവിടെ ഏറ്റവും കൂടുതൽ OI ഉള്ളത്. അത് ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ്? 7900 ഏറ്റവും കൂടുതൽ OI ഉള്ളത്. ഓക്കെ, OI ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്കിവിടെ പക്ഷേ 8000. അത് നോക്കണ്ട. വോളിയം ഉള്ളത് 3741, അതും 7900. അപ്പോൾ 7900 സപ്പോർട്ട്. പുട്ട് സൈഡിൽ വരുന്ന ഏരിയ സപ്പോർട്ടായിട്ടും കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന റെസിസ്റ്റൻസ് ആയിട്ടുമാണ് കണക്കാക്കേണ്ടത്. അതായത് ഒരു 7900 എന്നുള്ളത് നല്ലൊരു സപ്പോർട്ടാണ് അല്ലേ. 8000 സപ്പോർട്ടാണ്, പക്ഷേ 8000 കൂടുതൽ സപ്പോർട്ട് താഴെ 7900 ഉണ്ട്. മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് അവിടെ സപ്പോർട്ടാണ്. ഇവിടെ 8000 അടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 8000 സപ്പോർട്ടാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് താഴെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴെയുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയും ഒക്കെ ഉള്ള, അതുവരെ മാർക്കറ്റ് താഴേക്ക് വരെ പോകാം, അവിടെ വരെ സ്ട്രോങ് ആയിട്ട് അതുവരെ താഴേക്ക്, അതിൻ്റെ താഴേക്ക് പോകാൻ സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ വോളിയവും OI ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം അല്ലേ. അതിൻ്റെ ഏതാണ്ടൊക്കെ അനുപാതം തൊട്ട് മുകളിലുള്ള 8000 ഉണ്ടെങ്കിൽ നമുക്ക് 8000 തന്നെയാണ് സപ്പോർട്ടായി കണക്കാക്കേണ്ടത്. ഓക്കെ, അടുത്ത റെസിസ്റ്റൻസായിട്ട് കണക്കാക്കുന്നത് കോൾ സൈഡ് നമുക്ക് ഏറ്റവും കൂടുതൽ OI ഉള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ OI ഉള്ളത് ഇവിടെ 614 8000 554 ഉണ്ട്, 608 ഉണ്ട് അല്ലേ. 614 എന്നുള്ളത് ഇൻ ദ മണി നിൽക്കുകയാണ്, അതായത് 8000 നിൽക്കുന്നത്. 8000 തന്നെ 580 പുട്ട് സൈഡിലും ഉണ്ടെന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 580 കൂടുതൽ റെസിസ്റ്റൻസ് ഇവിടെ 614 ഉണ്ട്. എന്നാൽ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 8100 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുകളിലോട്ട് റെസിസ്റ്റൻസ് ഉള്ളത് 608. അതിൻ്റെ മുകളിലേക്ക് കുറവാണ്, 537, 194, 400 അങ്ങനെയുള്ളൂ. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഉണ്ട് 8200. റെസിസ്റ്റൻസും ഇവിടെ സപ്പോർട്ടായിട്ടുള്ളത് 8000 ആണ്. അപ്പോൾ 100 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഈ ABB ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എവിടെയാണ് ഓപ്പൺ ആകുന്നത്, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കുക. ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ടും ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ കാണിക്കുന്നത്. രാവിലെ വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല, പക്ഷേ 9:15 എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. ഈ IV ആണെങ്കിലും OI ആണെങ്കിലും OI ചേഞ്ച് ഒക്കെ ആണെങ്കിലും എത്ര വ്യത്യാസം വന്നു എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡയറക്ഷനും ഈ ഇൻഡിക്കേറ്റർ ഇത് ഡേറ്റാസ് എല്ലാം കാണിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾ ആ ഡയറക്ഷൻ തന്നെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പ്രീമിയം കൂടുന്നുണ്ടോ എന്ന് നോക്കുക. ഏത് സൈഡിലെ പ്രീമിയമാണ് കൂടുന്നത് എന്ന് നോക്കുക. പുട്ട് സൈഡിലാണോ കോൾ സൈഡിലാണോ പ്രീമിയം കൂടുന്നത് കുറയുന്നത് എന്ന് നോക്കുക. മാർക്കറ്റ് ഡയറക്ഷൻ അങ്ങനെയും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് കണക്കാക്കിയിട്ട് സ്റ്റോക്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ഫീച്ചറോ തന്നെ ഈ സ്റ്റോക്കുകൾ പോയി ചെയ്യണമെന്നില്ല. ഈ ഏറ്റവും കൂടുതലുള്ളത് റെസിസ്റ്റൻസായും സപ്പോർട്ടായും അവിടെ നിൽക്കും, അങ്ങനെയും ട്രേഡ് എടുക്കാം. അങ്ങനെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് തൊട്ടും ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് മാർക്കറ്റ് താഴേക്ക് വീഴുമെന്ന് കണക്കാക്കിയിട്ട് അവിടെ താഴേക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ചെയിന് കൂടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റോക്കും കൂടെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് വ്യക്തമായിട്ട് എഴുതി കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ബ്രീഫായിട്ട് പറഞ്ഞു നിർത്തുന്നുണ്ട്. സംശയമുള്ളവർക്ക് ചാറ്റ് ചോദിച്ചാൽ ആരായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചോദിക്കാൻ എല്ലാവർക്കും മടിയാണ്. പലർക്കും ലക്ഷങ്ങളുടെയും കോടികളുടെയും സ്ക്രീൻഷോട്ട് അല്ലെ ക്ലോണിങ് ചെയ്ത ആപ്പിൽ കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് കാണിക്കുന്നവരടുത്തേക്ക് പോകുന്നതാണ് കൂടുതൽ
വാചാലനായിട്ട് വളച്ചുറ്റി പറയുന്നവരിടത്താണ് കൂടുതൽ ആൾക്കാരുള്ളത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വാക്കുകളും മാർക്കറ്റിന്റെ വമ്പൻ കേട്ടാൽ മനസ്സിലാകാത്ത സാഹിത്യ ഭാഷയും അല്ലെ മാർക്കറ്റിന്റെ വോയിസൊക്കെ ആ ഒരു വേടൊക്കെ പറഞ്ഞു വരുന്നവരാണ് കാര്യങ്ങൾക്ക് അറിയാവുന്നുള്ളത് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകും. ലോജിക്കലായിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടേതായ രീതിയിൽ സാധാരണ ഒരാൾക്കാർക്ക് എന്താണ് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ചോദിക്കുന്നവർ, ബട്ട് അല്ലാതെ ബ്രീഫായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല. ഈ ഓപ്ഷൻ ചെയിന് ഞാൻ കൂടുതലൊന്നും വല്ലതും നോക്കാറില്ല. ഈ ഒരു ഏരിയ അടുത്ത മണിക്ക് അടുത്തുള്ള ഒരു ഏരിയാസ് ചേഞ്ചസ് ഒക്കെയാണ് ഞാൻ നോക്കാറ്. അങ്ങനെ ഞാൻ ട്രേഡ് എടുക്കാറ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയൊക്കെ ഇതിനകത്തുള്ളൂ. പിന്നെ ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് മനസ്സിലാകാതെയും വരും ചിലർക്ക്. ഓക്കെ, നിങ്ങൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് ഇതിന്റെ എണ്ണം കൂട്ടുക, ഓരോ സ്ട്രൈക്ക് പ്രൈസിന്റെ. ഓക്കെ, പുട്ട് സൈഡിലും കോൾ സൈഡിലും 10 വീതം, അപ്പ് സൈഡും അറ്റ് മണിയിൽ നിന്ന് അപ്പ് സൈഡിലോട്ട് 5ഉം ഡൗൺ സൈഡിലോട്ട് 5ഉം, അങ്ങനെ 10 റൈറ്റ് സൈഡും പുട്ട് സൈഡും ലെഫ്റ്റ് സൈഡും 10 വീതം 10 സ്ട്രൈക്ക് പ്രൈസ് അനലൈസ് ചെയ്യാൻ മെമ്മറിയിൽ അനലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആരും ചോദിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ല. അതാണ് മലയാളിയുടെ പ്രത്യേകിച്ച് ഉള്ള ബെനിഫിറ്റ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് വീഡിയോ.